നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ ഇന്ത്യയിലെ സ്വർണ്ണ ആവശ്യകതയിൽ 6% ഇടിവ് രേഖപ്പെടുത്തിയതായി വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട്. വിൽപ്പന അളവിൽ കുറഞ്ഞെങ്കിലും സ്വർണ്ണ വിലയിലുണ്ടായ എക്കാലത്തെയും വലിയ കുതിച്ചുചാട്ടം കാരണം വിറ്റഴിഞ്ഞ സ്വർണത്തിന്റെ സാമ്പത്തിക മൂല്യം 50% വർദ്ധിച്ച് റെക്കോർഡ് ഉയരത്തിലെത്തിയതായും റിപ്പോർട്ടുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ, അതായത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവ്, ഇന്ത്യയിലെ സ്വർണ്ണ ആവശ്യകതയിൽ 6% ഇടിവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരികയാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സമയത്ത് രാജ്യത്ത് 131.4 ടൺ സ്വർണത്തിന്റെ വിൽപ്പനയാണ് നടന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 139.7 ടൺ ആയിരുന്നു. വിൽപ്പന അളവിൽ കുറഞ്ഞെങ്കിലും സ്വർണ്ണവിലയിലുണ്ടായ എക്കാലത്തെയും വലിയ കുതിച്ചുചാട്ടം കാരണം വിറ്റഴിഞ്ഞ സ്വർണത്തിന്റെ സാമ്പത്തിക മൂല്യം 50% വർദ്ധിച്ച് 1.98 ലക്ഷം കോടി രൂപയെന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയിട്ടുമുണ്ട്. ആഗോള വിപണിയിലെയും ആഭ്യന്തര വിപണിയിലെയും വിവിധ ഘടകങ്ങളാണ് സ്വർണ്ണാഭരണ വിൽപ്പനയിലെ ഈ മന്ദഗതിക്ക് വഴിവെച്ചതെന്നാണ് WGC ചൂണ്ടിക്കാണിക്കുന്നത്. ഉയർന്ന കസ്റ്റംസ് തീരുവയാണ് ഒന്നാമത്. സ്വർണത്തിന്റെ ഇറക്കുമതിക്ക് മേൽ ഏർപ്പെടുത്തിയ ഉയർന്ന കസ്റ്റംസ് തീരുവയും 3% GSTയും ഉപഭോക്താക്കൾക്ക് മേലുള്ള സാമ്പത്തിക ഭാരം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്നും ആവശ്യമില്ലാത്ത ആഡംബര വാങ്ങലുകൾ നീട്ടിവെക്കണമെന്നുമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം ഉപഭോക്താക്കളുടെ സമീപനത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാം പാദത്തിൽ വിവാഹ സീസണുകൾ കുറവായിരുന്നതും ഉയർന്ന വില കാരണം ആളുകൾ ആഭരണങ്ങൾ വാങ്ങുന്നത് മാറ്റിവെച്ചതും തിരിച്ചടിയായിട്ടുണ്ട്. സ്വർണ്ണാഭരണങ്ങളുടെ ആവശ്യകതയിൽ മാത്രം 15% കുറവാണുണ്ടായത്. അളവിന്റെ കാര്യത്തിൽ ആഭരണ വിൽപ്പന ഇടിഞ്ഞുവെങ്കിലും ബാറുകളും നാണയങ്ങളും വാങ്ങി സൂക്ഷിക്കുന്ന നിക്ഷേപകരുടെ എണ്ണത്തിൽ വൻ വർധനവ് തന്നെ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക അസ്ഥിരതയും ആഗോള സംഘർഷങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷിതമായ നിക്ഷേപ മാർഗമെന്ന നിലയിൽ സ്വർണത്തിലേക്ക് ആളുകൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നുമുണ്ട്. ഗോൾഡ് ETFകളിലും വൻതോതിലുള്ള നിക്ഷേപ പ്രവാഹം ഉണ്ടായിട്ടുണ്ട്. വരും മാസങ്ങളിൽ വരുന്ന ഉത്സവ സീസണുകളും വിവാഹ സീസണുകളും വിപണിക്ക് പുതിയ ഉണർവ് നൽകുമെന്നും ഈ വർഷമാകെ 650 മുതൽ 750 ടൺ വരെ സ്വർണ്ണ ആവശ്യകത ഇന്ത്യയിൽ ഉണ്ടായേക്കുമെന്നാണ് ഗോൾഡ് വേൾഡ് കൗൺസിലിന്റെ കണക്കുകൂട്ടൽ. എന്തായാലും സ്വർണം വാങ്ങാൻ പറ്റിയ സമയം ഇത് തന്നെയായിരിക്കും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.